ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ NRI മീറ്റും ഷെയ്ഖ് സായിദ് ആൻഡ് എക്സലൻസി അവാർഡ് ദാനവും നടന്നു. കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രവാസി പ്രസ്ഥാനമായ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസിൽ വെച്ചാണ് ഗ്ലോബൽ NRI മീറ്റും ഷെയ്ഖ് സായിദ് എക്സലൻസി അവാർഡ് ദാനവും നടന്നത്. പ്രമുഖ വ്യവസായി ഡോക്ടർ KT റബീഉള്ളയ്ക്ക് ഷെയ്ഖ് സായിദ് അവാർഡും പ്രമുഖ തദ്ദേശീയ വ്യവസായി KMA ലത്തീഫിന് ഗ്ലോബൽ എക്സലൻസ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. MK രാഘവൻ MP അധ്യക്ഷം വഹിച്ച ചടങ്ങ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവാസി മലയാളികളുടെ സംഭാവന മഹത്തരമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിന് പ്രവാസി സമൂഹത്തിന്റെ വലിയ സംഭാവനകളാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് എന്നും അടിത്തറവാകിയിട്ടുള്ളത്. ഫറോക്ക് കേന്ദ്രമായുള്ള റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ KMA ലത്തീഫും പ്രവാസി വ്യവസായി ഡോക്ടർ KT റബീഉള്ളയ്ക്കുള്ള ഷെയ്ഖ് സായിദ് അവാർഡ് അദ്ദേഹത്തിന്റെ മരുമകൻ മിയാൻ ദാദും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രോഗ്രാം ബ്രോഷറാണ്. ബ്രോഷർ റിലീസ് ചെയ്യുന്നതിന് റോയൽ പാലസിൽ നിന്നുള്ള സന്ദേശം ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ CH ഇബ്രാഹിംകുട്ടി ചരിഷ്മ വായിച്ചു. It is indeed wonderful that the memory of the great beloved leader Marhum Sheikh Zayed bin Sultan Al Nahyan is being kept alive with this award and the participation of the prominent dignitaries and historians, as well as the presence of Central Ministers of Indian Union, State Ministers of Kerala, along with the prominent personalities. KSA Chairman MC Main Haji, KURDFC Chairman K Moideen Goya, DCC President KC Abu, BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്, ഡോക്ടർ K മൊയ്തു, ആറ്റക്കോയ പള്ളിക്കണ്ടി, N ഭൂപേഷ് ബാബു, CH ഇബ്രാഹിംകുട്ടി, KP മുഹമ്മദ് കുട്ടി, CK അബൂബക്കർ, ഡോക്ടർ മുഹമ്മദ് ഹസൻ, MV കുഞ്ഞാമു, KT വാസുദേവൻ, PT നിസാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർ KT റബീഉള്ള കോഴിക്കോടിന്റെ ഉപഹാരം KT വാസുദേവനും ഗൾഫ് മലയാളികളുടെ ഉപഹാരം ഹസൈന തളങ്കരയും പ്രതിനിധിക്ക് കൈമാറി. KMA ലത്തീഫിന് ഗൾഫ് മലയാളികളുടെ ഉപഹാരം MP ഷാഫി ഹാജിയും നൽകി.